ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ സജിമോൾ. PSC പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ മലയാളം പരിശീലിപ്പിക്കുന്ന അധ്യാപികയാണ്. അപ്പോൾ PSC പഠന രംഗത്തേക്ക് ധാരാളം ഉദ്യോഗാർത്ഥികൾ കടന്നു വരുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്കറിയാം, മുമ്പൊക്കെ ആണെങ്കിൽ നമുക്കൊരു ട്വൽത്ത് കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ PG അല്ലെങ്കിൽ B.Ed അങ്ങനെ പഠനത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇന്ന് അങ്ങനെയല്ല. 12th ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കുട്ടികൾ നേരിട്ട് PSC പഠന രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. ബാക്കി പഠനമൊക്കെ ഒരു ജോലി കിട്ടിയിട്ടാകാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അതായത് ഹയർ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് എൻജിനീയറിംഗ് പോലും കഴിഞ്ഞ് PSC മേഖലയിലേക്ക് കടന്നു വരുന്ന ഉദ്യോഗാർത്ഥികളും ഉണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ഉദ്യോഗാർത്ഥികളുടെ ഒരു തള്ളിക്കയറ്റം PSCയിലേക്ക് ഉള്ളത് എന്ന് ചോദിച്ചാൽ, ഒരു ഗവൺമെൻറ് ജോലിയുടെ സെക്യൂരിറ്റി, അത് നൽകുന്ന ആ ഒരു സുരക്ഷിതത്വം അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ധാരാളം ഉദ്യോഗാർത്ഥികൾ കേരള PSC നടത്തുന്ന പരീക്ഷകളെ ആശ്രയിച്ച് ഒരു ഗവൺമെൻറ് ജോലിക്ക് പോകുന്നത്. ഇങ്ങനെ വരുന്നവർക്കൊക്കെ എപ്പോഴാണ് ജോലി ലഭിക്കുന്നത്? ഈ ജോലി ലഭിക്കാൻ എന്തൊക്കെ മാനദണ്ഡങ്ങളിലൂടെയാണ് പഠിച്ചു വരേണ്ടത്? ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ഒരു PSCയിലേക്ക് വരുന്നവർ ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 10th എഡ്യൂക്കേഷനുള്ള സാധാരണ വീട്ടമ്മമാരുണ്ട്, 12th കഴിഞ്ഞ് വന്നവരുണ്ട്, എന്നാൽ പറഞ്ഞ പോലെ ഡിഗ്രി, അതുപോലെ തന്നെ PG B.Ed ഒക്കെ കഴിഞ്ഞവർ. അപ്പോൾ എങ്ങനെ നോക്കിയാലും പലതരത്തിലുള്ള ഉദ്യോഗാർത്ഥികളാണ് ഒരു PSC പരീക്ഷയെ അഭിമുഖീകരിക്കുന്നത്. അവരവരുടെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ വളരെ നല്ല രീതിയിൽ സ്കോർ ചെയ്ത ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾ തന്നെയായിരിക്കും പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ. എന്നാൽ ചിലരാകട്ടെ 10th ഒക്കെ കഴിഞ്ഞ വീട്ടമ്മമാർ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ച് ഒരു ഗവൺമെൻറ് ജോലി കൂടിയേ തീരൂ എന്നുള്ള വിശ്വാസത്തിൽ പഠിക്കുന്നവരും ഉണ്ടല്ലേ. ഈ രണ്ട് കാറ്റഗറിയും കൂടി ഒരുപോലെയാണ് മത്സരിക്കുന്നത്. ഇതിൽ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാർ ഒരുപോലെ മത്സരിച്ച് വരുന്നൊരു പരീക്ഷയാണ്. ഇതിൽ ആർക്കൊക്കെ ജോലി ലഭിക്കും? അല്ലെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യൂണിവേഴ്സിറ്റി എക്സാം സ്കോർ ചെയ്തിട്ട് വന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് നല്ല മാർക്കോട് കൂടിയായിരിക്കും അവരവരുടെ പരീക്ഷകളൊക്കെ പാസ്സായിരിക്കുന്നത്. ആ ഒരു സ്ട്രാറ്റജിയാണോ PSC പഠനത്തിലും ഒരു ഉദ്യോഗാർത്ഥി വെച്ചു പുലർത്തേണ്ടത്? ഒരിക്കലുമല്ല. ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് ഞാൻ പറയും, ഇവിടെ വേറൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ കാണിക്കേണ്ടത്. കാരണം ഇതൊരു ക്യൂ ആണ്. ഒരു യൂണിവേഴ്സിറ്റി എക്സാമിനെ സംബന്ധിച്ച് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഒരു നിശ്ചിത മാർക്ക് സ്കോർ ചെയ്താൽ ആ പരീക്ഷയിൽ വിജയിക്കാം. പക്ഷെ ഒരു PSC പരീക്ഷയെ സംബന്ധിച്ച് എഴുതുന്ന എല്ലാവർക്കും വിജയിക്കുക എന്നതിനപ്പുറം ഏറ്റവും മുന്നിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമുള്ളതാണ് ഒരു ഗവൺമെൻറ് ജോലി അല്ലേ. അപ്പോൾ ക്യൂവിൽ മുന്നിൽ നിൽക്കുന്ന ആൾ മാറുമ്പോഴാണ് ക്യൂവിൻ്റെ പുറകിൽ നിൽക്കുന്ന ആളിന് കയറാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം PSC പഠനവും സാധാരണ പരീക്ഷകളും തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തേത്, കേരള PSC ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ ആ പരീക്ഷയുടെ സിലബസ് ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കണം. ഈ സിലബസിൻ പ്രകാരം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള വ്യക്തമായൊരു കാഴ്ചപ്പാട് ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായിരിക്കണം. സിലബസ് അറിഞ്ഞു പഠിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിലബസ് വാഗായിട്ട് അല്ലെങ്കിൽ അവ്യക്തമായി വായിച്ചു പോയി എല്ലാം ഞാൻ പഠിച്ചു എന്ന് ചിന്തിക്കുകയല്ല. നിങ്ങൾക്കറിയാം, ഏറ്റവും ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന നമ്മുടെ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കേരള PSC. അപ്പോൾ ഏതൊരു വിഷയത്തെക്കുറിച്ചാണോ നിങ്ങൾ പഠിക്കുന്നത് അതിനെക്കുറിച്ച് ഏറ്റവും ഡീപ്പായി തന്നെ പഠിക്കേണ്ടതുണ്ട്. ആഴത്തിൽ പഠിക്കുന്ന, ആ ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ അറിവുള്ള ഒരു ഉദ്യോഗാർത്ഥിക്കാണ് ആ ഒരു വിഷയത്തിൻ്റെ ഫുൾ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത് സാധിക്കും നല്ലൊരു പരിശീലനത്തിലൂടെ, സിലബസ് നന്നായി അറിഞ്ഞ്. അപ്പോൾ നിങ്ങളെ ആരാണോ പഠിപ്പിക്കുന്നത് ആ ആൾ പഠിപ്പിക്കുന്നതിന് പുറമേ തന്നെ നിങ്ങൾക്ക് കൂടുതലായി ആ വിഷയത്തെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കി, അറിയേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി എടുത്ത് നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ കൂടി കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ളൊരു പഠനത്തിലൂടെ, നിങ്ങൾക്ക് കിട്ടുന്ന കോച്ചിങ്ങിലൂടെ തീർച്ചയായിട്ടും നമുക്കൊരു ബാലി കയറാൻ മലയൊന്നുമല്ല PSC പരീക്ഷ. ഈ PSC പരീക്ഷകൾ പാസ്സാകുന്നവരൊക്കെ അമാനുഷിക കഴിവുകളുള്ളവരാണോ? അല്ല. പക്ഷേ അതിലേക്കായി കുറേ സമയം അവർ വിനിയോഗിക്കും. എന്നാൽ ആ വിനിയോഗിക്കുന്ന സമയക്രമത്തിനനുസരിച്ചും അല്ല ഒരാൾക്ക് ജോലി കിട്ടുന്നത്. ആ വിനിയോഗിക്കുന്ന സമയം എത്ര ഫലപ്രദമായി നിങ്ങൾ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലേ. പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി പഠിച്ച് അതത് സബ്ജക്റ്റുകളെക്കുറിച്ച്
ഏറ്റവും നന്നായിട്ട് തന്നെ റിവിഷൻ തയ്യാറാക്കി റിവിഷൻ ചോദ്യങ്ങളിലൂടെ കടന്നുപോയി തന്നിരിക്കുന്ന സിലബസ് മുഴുവനും കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ മുൻ വർഷ ചോദ്യങ്ങൾ അല്ലേ നമ്മൾ PYQ എന്ന് പറയില്ലേ PYQs ഫുൾ എടുത്ത് ആ PYQ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും നമ്മൾ കേരള PSC തന്നിരിക്കുന്ന ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സിലബസ് കംപ്ലീഷന് ശേഷം PYQ സെഷനും ചെയ്ത് കഴിഞ്ഞ് കൺസേൺ സബ്ജക്റ്റിൽ നിങ്ങളെ സഹായിക്കാവുന്ന നിങ്ങളുടെ അധ്യാപകരുണ്ടാവും. അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് തീർച്ചയായിട്ടും നമുക്കൊന്ന് സെറ്റാകാൻ പറ്റും. PSC പഠനം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതായത് നമ്മളൊരു PSC ജോലി വേണം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി വേണം എന്ന് നിശ്ചയിച്ച് തുടങ്ങുന്നിടത്ത് നിന്ന് ആരംഭിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഏറ്റവും ഭംഗിയായി പഠിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക എന്നുള്ളതുണ്ട്. നമ്മൾ മുമ്പൊക്കെ അങ്ങനെയല്ല അല്ലേ, എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് കുറച്ച് സമയം എടുക്കുന്നു പഠിക്കുന്നു. ഇപ്പം അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് പഠിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ്. കാരണം അത്രത്തോളം ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന പരീക്ഷയാണ് ഓരോന്നും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ താൽക്കാലികമായി ചില എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ മാറ്റിവെച്ച് ഏറ്റവും സീരിയസ് ആയിട്ട് സമീപിക്കേണ്ടുന്ന ഒന്നുകൂടിയാണ് ഈ പറഞ്ഞൊരു PSC ജോബ് എന്ന് പറയുന്നത്. അതിലേക്ക് സമയക്രമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പകൽ പഠിക്കുന്നവരുണ്ട്, രാത്രി പഠിക്കുന്നവരുണ്ട്, വെളുപ്പിനെ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ രാത്രിയൊക്കെ പലപ്പോഴും നമ്മൾ ഫിസിക്കലി വീക്കായിരിക്കും അല്ലേ. പകൽ മുഴുവനും നീളുന്ന വർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് പഠനം ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് വന്ന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് ഉറങ്ങണമെന്നൊക്കെ തോന്നും. അങ്ങനെയാണെങ്കിൽ ഫിസിക്കലി വീക്കായിരിക്കുന്ന സമയത്ത് നമുക്ക് മെൻ്റലി നമുക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഫിസിക്കലി സപ്പോർട്ട് കിട്ടില്ല. തലവേദനയായിട്ടും ഒക്കെ ആയിരിക്കും അതിൻ്റെയൊക്കെ സിംറ്റം കാണുന്നത്. അങ്ങനെയാണെങ്കിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. ഉറങ്ങി 4-5 മണിക്കൂർ ഒരു ഡീപ്പ് ഉറക്കത്തിന് ശേഷം വെളുപ്പിന് എണീറ്റ് 2-3 മണിക്കൂർ ഏറ്റവും ഭംഗിയായി വായിക്കുക. അവനവനെ തന്നെ നശിപ്പിച്ചുകൊണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം അത് പാടില്ല. നമ്മൾ ഫിസിക്കലി ഫിറ്റായിരിക്കണം, മെൻ്റലി ഫിറ്റായിരിക്കണം. ഏറ്റവും സന്തോഷമായി അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടിയുള്ളൊരു മനസ്സോടുകൂടിയാണ് PSC പഠനം നമ്മൾ തുടരേണ്ടത്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷനോട് കൂടി ഒരിക്കലും പഠിക്കരുത്. ഏറ്റവും സന്തോഷത്തോടു കൂടി എനിക്ക് ഈ ജോലി കിട്ടും, അല്ലെങ്കിൽ ഈ ജോലി എനിക്ക് അത്ര കണ്ട് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് അതേ ഒരു സമീപനത്തോടു കൂടി വേണം PSC പഠനത്തിലേക്ക് വരാൻ. അങ്ങനെ 1-2 വർഷം കൊണ്ടാണ് പലരും നേടുന്നത്. ഇനി ചിലരാകട്ടെ 6 മാസം കൊണ്ട് 3 മാസം കൊണ്ടൊക്കെ ജോലി നേടുന്നവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് അവരുടെ ഒരു കാലിബർ അല്ലെങ്കിൽ അവരുടെ ആ സമീപന രീതി ഒക്കെ വ്യത്യസ്തമായിട്ട് വരാം. ഇനി ഈ പഠന വഴിത്താരയിലുടനീളം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ. ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. ചിലപ്പോൾ സമൂഹത്തിൽ നിന്ന് പലരും നമ്മളെ കുറ്റപ്പെടുത്തും. നിനക്കിനി ജോലി കിട്ടാനാണോ പോകുന്നത്, ഇത്ര ഏജ് ഓവറായില്ല, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അവിടെയൊന്നും ഒരു പുഞ്ചിരി കൊണ്ട് നേരിടുക, ആരോടും മറുപടി പറയാൻ നിൽക്കേണ്ട. അതിനൊക്കെയുള്ള മറുപടിയായിട്ട് അഡ്വൈസ് മെമ്മോയും അപ്പോയിൻമെൻറ്റ് ഓർഡറും മാത്രം കാണിച്ചിട്ടതേ എനിക്ക് ജോലി കിട്ടി എന്ന് പറയുന്നിടത്തായിരിക്കണം നമ്മൾ മറുപടി കൊടുക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു പഠനമാണ് വേണ്ടത്. എനിക്ക് ഇത്ര മാർക്ക് കിട്ടി, ഞാൻ ഇന്ന ലിസ്റ്റിൽ പ്രിലിംസിൽ വന്നു, അപ്പോൾ മെയിൻസ് കിട്ടിയോ എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം ഉണ്ടാവും. അത് നമുക്കൊരു സമ്മർദ്ദമാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും സൈലൻ്റായിട്ട് അടുത്ത് നിൽക്കുന്ന അധ്യാപകരോട് മാത്രം എനിക്ക് ഇത്രയും മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ബാക്കി മാർക്ക് കൂടി സ്കോർ ചെയ്യാൻ എന്നെ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞ് അധ്യാപകരോട് അടുത്ത് നിന്നുകൊണ്ടുള്ള പഠന രീതിയാണ് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും സാധിക്കും. നമ്മളെ കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ല. പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുണ്ടല്ലേ, നിങ്ങളൊരു കാര്യം നേടണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനും നിങ്ങളെ കൂടെ നിൽക്കുമെന്ന്. തീർച്ചയായിട്ടും ലോകം മുഴുവനും നിങ്ങളോടൊപ്പം ഉണ്ട്, ഒറ്റയ്ക്കല്ല. ആ ഒരു വിശ്വാസത്തോടു കൂടി